قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വസനികളെ, മേലായ റബ്ബിന്റെ ആജ്ഞാന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവിക ദീൻ ജീവിതത്തിലൂടെ മനുഷ്യകത്തെ പഠിപ്പിക്കുവാൻ അല്ലാഹു നിയോഗിച്ച ജനകോടികളുടെ സ്നേഹനിധിയായ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യമോചനത്തിന്റെ സുന്ദരമായ സന്ദേശമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചു കാണിച്ചു തന്നത്. യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. ആ പ്രവാചകന്റെ കൽപ്പനകൾ നമുക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചതാണോ അല്ലയോ എന്നതല്ല, അത് സ്വീകരിക്കാൻ ബാധ്യതയുള്ളവനാണ് മുസ്ലിം. അന്നബിയുൽ ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് സ്വദേഹത്തെക്കാളും അടുത്ത ആളാണെന്ന്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടതെങ്ങനെ കൃത്യമായി പ്രവാചകൻ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനിലൂടെ പഠിപ്പിച്ചിരുന്നു. ഉൽ നബിയെ പറഞ്ഞു കൊടുക്കുക, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് ويغفر لكم ذنوبكم والله غفور رحيم. എന്തൊരു പവറുള്ള വചനാണ്, എന്തൊരു അധികാരത്തിന്റെ വാക്ക്. വേറെ ഒരു പ്രവാചകന്മാർക്കും അല്ലാഹു തആല പറയപ്പെട്ടിട്ടില്ലാത്ത വാക്ക്. ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കുക, സമൂഹത്തോട് പറ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ ഇഷ്ടം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പരലോക ജീവിതത്തിന്റെ വിജയം നിങ്ങൾ കൊതിക്കുന്നുവെങ്കിൽ ഒരു മാർഗമേ നിങ്ങൾക്ക് മുമ്പിലുള്ളൂ. എന്താണെന്നറിയുമോ ആ മാർഗം? ഫത്തബിഊനി, നിങ്ങൾ എന്നെ ഇത്തിബാഅ് ചെയ്യണം. എങ്കിൽ യുഹബ്ബിബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഞാൻ സ്നേഹിച്ച പ്രവാചകനെ നിങ്ങൾ സ്നേഹിക്കണം. ഞാൻ ആദരിച്ച, ഞാൻ ബഹുമാനിച്ച പ്രവാചകനെ നിങ്ങൾ ബഹുമാനിക്കണം. എങ്ങനെ? വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. എന്റെ റസൂൽ എന്തൊന്ന് കൊണ്ടുവന്നോ അത് നിങ്ങൾ സ്വീകരിക്കണം. വമാ നഹാകും അൻഹു ഫൻതഹൂ. അവിടുന്ന് എന്താണോ വിരോധിക്കപ്പെട്ടത് അത് നിങ്ങൾ വെടിയണം. എങ്കിലതാ നിങ്ങളെ ഹുബ്ബ് യാഥാർത്ഥ്യമായി. പ്രവാചക സ്നേഹം യാഥാർത്ഥ്യമാകണമെങ്കിൽ പ്രവാചകൻ കൊണ്ടുവന്നത് സ്വീകരിക്കുക, അവിടുന്ന് വിലക്കപ്പെട്ട കാര്യങ്ങൾ വെടിയുക. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാനും നിങ്ങളും സ്നേഹിക്കുന്നവരാണെങ്കിൽ ഒന്നാമതായി നമുക്കുണ്ടാകേണ്ട ഗുണമെന്താ? ആ പ്രവാചകൻ കൊണ്ടുവന്ന ആ ദൗത്യം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ ലാ ശരീക ലഹ്, ഈ ആദർശം അംഗീകരിക്കലാണ് ഹുബ്ബുർ റസൂലിന്റെ ഒന്നാമത്തെ ഭാഗം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത് തന്നെ പ്രിയമുള്ളവർ ആ ഒരു ആദർശത്തിന് വേണ്ടിയാണ്, ആ ഒരു തൗഹീദിന് വേണ്ടിയാണ്. എന്തൊരു ത്യാഗമാണ് 23 കൊല്ലത്തിന്റെ ഇടയിൽ ആ തൗഹീദിന് വേണ്ടി, ഈ ആദർശത്തിനു വേണ്ടി പ്രവാചകൻ സഹിച്ചത്. മക്ക വിട്ട് മദീനയിലേക്ക് പോയത് തൗഹീദിന്റെ സംരക്ഷണത്തിനു വേണ്ടിയിട്ടാണ്.
ആ തൗഹീദ് അംഗീകരിച്ചതിന്റെ, അത് സമൂഹത്തെ പഠിപ്പിച്ചതിന്റെ പേരിലാണ് ചീഞ്ഞു നാറുന്ന ഒട്ടകത്തിന്റെ കുടൽമാല പ്രവാചകന് കയ്യൊത്തിൽ സ്വീകരിക്കേണ്ടി വന്നത്. ശത്രുക്കൾ ശരീരത്തിലേക്ക് പ്രവാചകനെ കാർക്കിച്ച് തുപ്പാനുള്ള കാരണം പ്രിയമുള്ളവർ ഈ ആദർശം അംഗീകരിച്ച് അത് ജനങ്ങളെ പഠിപ്പിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ആദ്യം ഞാനും നിങ്ങളും യാഥാർത്ഥ്യമാക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ ലാ ശരീക ല എന്ന ഈ ആദർശമാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, ആരാധിക്കപ്പെടാന് ഔലിയാക്കൾ വേണ്ട, അമ്പിയാക്കൾ വേണ്ട, ജാറങ്ങൾ വേണ്ട, തങ്ങന്മാര് വേണ്ട, ബീവിമാര് വേണ്ട, ശൈഖന്മാര് വേണ്ട. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഒരു അടിമക്ക് ആരാധിക്കപ്പെടാൻ അല്ലാഹ് മാത്രം മതി. ഹുബ്ബുർ റസൂലിന്റെ ആദ്യത്തെ റൂട്ട് നമ്മൾ മുറുകെ പിടിച്ച, അഥവാ ഈ തൗഹീദ് മുറുകെ പിടിച്ചാൽ പടച്ച റബ്ബ് ബാക്കി മുഴുവൻ പ്രിയമുള്ളവരെ നമുക്ക് കഴുകി ശുദ്ധീകരിച്ചു തരും. എന്നിട്ട് ആ പ്രവാചകനെയാണ്, ആ തൗഹീദിന് വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ച പ്രവാചകനെയാണ് ഇന്ന് ചില ആളുകൾ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. റബീഉൽ അവ്വലിന്റെ റാലിയിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടാണെന്ത്? അത് ഈ പരിശുദ്ധമാക്കപ്പെട്ട മിമ്പറില് അത് പറയുന്നതിന്റെ ഹുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ സമൂഹത്തെ അതിന്റെ ശിർക്കിന്റെ ഗൗരവത്തെ ബോധ്യപ്പെടുത്താന്നുള്ളത് ആ ഒരു കാര്യം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇർതകബതു എന്നുള്ള ആ പാട്ടിന്റെ അർത്ഥം എന്താ? ഇർതകബതു അലൽ ഖത്താ ഗൈറ ഹസിരിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടാണ്. ഇപ്പൊ ഈ ഒരു റബീഉൽ അവ്വൽ വരെ നമ്മൾ കേട്ട പാട്ടാണത്. എന്താ അതിന്റെ അർത്ഥം? കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ലാതെ ഞാൻ കേറി, അങ്ങയോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. കണക്കില്ലാത്ത പാപം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ നേതാവായ പ്രവാചകരെ, അങ്ങയോട് ഞാനിതാ എന്റെ ആപലാദികൾ ബോധിപ്പിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പാപങ്ങൾ പൊറുക്കുന്നവൻ അല്ലാഹു മാത്രമാണെന്നറിയാത്ത ഒരൊറ്റ മുസ്ലിമും ഈ ഭൂമി ലോകത്തുണ്ടാവില്ല. ആ കാരുണ്യത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പാപങ്ങൾ പൊറുക്കാൻ ആരോടാ പ്രാർത്ഥിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, യാ അയ്യുഹന്നാസ് തൂബൂ ഇലല്ലാഹ് ഫഇന്നി അതൂബു ഫീ യൗമിൻ ഇലൈഹി മിഅതു മറ. അല്ലയോ ജനങ്ങളെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിക്കോ, അല്ലാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്തു മടങ്ങിക്കോ. ഫഇന്നി അതൂബു ഫീ യൗമിൻ ഇലൈഹി മിഅതു മറ, ഞാൻ ഒരു ദിവസം എന്റെ റബ്ബിലേക്ക് 100 തവണ പശ്ചാത്തപിച്ചു മടങ്ങാറുണ്ട്. ആര്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ലാത്ത പ്രവാചകൻ ഒരു ദിവസം 100 തവണ തൗബ ചെയ്യുക. ഇങ്ങനെ ആ പ്രവാചകനെയാണ് പ്രിയമുള്ളവരെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടി വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. അല്ലേ? മറ്റൊരു വരിയുണ്ടെന്ന അശഫഅതു ഹബ്ലന ഫിൽ ഖിയാമത്തി മുഷ്ഫിഖൻ വഖ്ലനാ മിൻ ളഗയ സയ്യിദി ഖൈറൻ നബി. എന്റെ നേതാവായ പ്രവാചക ശ്രേഷ്ഠരെ, അന്ത്യനാളിൽ വാത്സല്യത്തോടെ ഞങ്ങൾക്ക് നീ ശുപാർശ ചെയ്യണേ എന്നാണ്. അത് നഷ്ടപ്പെട്ടാൽ ഞങ്ങൾ വിഷമിച്ചു തന്നെ എന്നതിന്റെ അർത്ഥം. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ നാഥാ എന്ന് പ്രാർത്ഥിക്കേണ്ടതിനു പകരം നബിയോട് ശഫാഅത്തിന് വേണ്ടി നേരിട്ട് ദുആ ചെയ്യാം. എത്ര അപകടകരമായ വരികളാണ് പ്രിയമുള്ളവരെ, എത്ര അപകടകരമായ വരികളാണ്. രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത് ആരോടാണ്? പക്ഷേ മദീനയിലെ ഖബർസ്ഥാനിൽ വഫാത്തായി കിടക്കുന്ന ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പാപങ്ങൾ പൊറുത്തു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പല മങ്കൂസ് മൗലിദിന്റെ വരികളിലൂടെയൊക്കെ. ഈ കിതാബാണ് പ്രിയമുള്ളവരെ ഖുർആനിനേക്കാൾ പോരിശയായിട്ട് ചില ആളുകൾ ഇന്ന് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് അതിന്റെ അപകടങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട മിമ്പറിൽ പ്രിയമുള്ളവർ ഇങ്ങനെ സംസാരിക്കാനുള്ള കാരണം. മദ്ഹ് പറയേണ്ടെന്നല്ല, കഴിയുന്നത്ര പ്രവാചകനെ പുകഴ്ത്താം, മദ്ഹ് പറയാം. പക്ഷേ അത് ശിർക്കും കുഫറും ഖുറാഫാത്തുമായി പോകാൻ പാടില്ല എന്നർത്ഥം. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സാധാരണക്കാരായ അർത്ഥമറിയാത്ത ആളുകൾ പ്രിയമുള്ളവരെ ആ പാട്ടിന്റെ രസവും അതിന്റെ താളൊക്കെ പിടിച്ചിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്.
ഇതൊക്കെ അപകടകരമായ വരികളാണ് ഇത്തരം കിതാബുകളിലുള്ളത്, പാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാനും നിങ്ങളും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഞാനും നിങ്ങളും യാഥാർത്ഥ്യമാക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ ലാ ശരീക ല എന്ന ആദർശമാണ്. ഒരു സംശയം ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ റബ്ബായി മാലിക്കായി മുദബ്ബിറായി അംഗീകരിക്കുന്ന ഒരു മുസ്ലിം, അല്ലാഹുവല്ലാത്ത ഒരു ശക്തിക്കും ആരാധനക്ക് അർഹതയില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ അല്ലാഹുവല്ലാത്ത ആളുകളെ വിളിക്കുക? അതുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവർ ആദ്യം അവന്റെ തൗഹീദിനെ പൂർത്തിയാക്കണം. എങ്കിൽ ആരാധിക്കപ്പെടാൻ ഈ പറയപ്പെട്ട ഔലിയാക്കളോ ജാറങ്ങളോ അമ്പിയാക്കളോ തങ്ങന്മാരോ ഒന്നും വേണ്ട, പടച്ച റബ്ബ് മാത്രം മതി. വല്ലാഹി റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു തന്നെയാണ് സത്യം. ഇതുവരെ ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ജാറത്തിൽ പോയവർ, തങ്ങളുടെ അടുക്കൽ പോയവർ, ഈ നിലക്കുള്ള മദ്ഹുകൾ പാടിയവർ, പ്രിയമുള്ളവർ ഇന്ന് തീരുമാനിക്കണം, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയാണ്. ആ പ്രവാചകൻ കാണിച്ചു തന്ന അതേ റൂട്ട് ഞാൻ മുറുകെ പിടിക്കുകയാണ്. അഥവാ തൗഹീദിന്റെ ഈ റൂട്ട് ഞാൻ മുറുകെ പിടിച്ച് ജീവിക്കുമെന്ന് നമ്മൾ പ്രതിജ്ഞെടുത്താൽ തീർച്ചയായും പടച്ച തമ്പുരാൻ ബാക്കി മുഴുവൻ പ്രിയമുള്ളവർ നമുക്ക് കൈകി ശുദ്ധീകരിച്ചു തരും. തീർച്ച, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഒന്നാമതായി തൗഹീദിനെ പൂർത്തിയാക്കുക. രണ്ടാമതായി സഹോദരിമാരെ, ഹബീബായ റസൂലുള്ളാഹിയോട് മഹബ്ബത്തുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ പ്രവാചകന്റെ സുന്നത്തുകളെ നമ്മുടെ ജീവനേക്കാൾ ഏറെ നമ്മൾ സ്നേഹിക്കണം. ജീവിതത്തിൽ പലതിനോടും അടങ്ങാത്ത സ്നേഹം നമുക്കുണ്ടാവാറുണ്ട്, താല്പര്യമുണ്ടാവാറുണ്ട്. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ ഭാര്യയെ, നമ്മുടെ മക്കളെ, സഹോദരങ്ങളെ, നല്ല ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർ, പഠനം ഇഷ്ടപ്പെടുന്നവർ, പുതിയ പുതിയ കാലഘട്ടത്തിലെ ടെക്നോളജികളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, വാഹനം ഇഷ്ടപ്പെടുന്ന ആളുകൾ. പ്രിയപ്പെട്ടവർ, ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെയൊരു സ്നേഹം ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മുടെ ഉമ്മയെ, നമ്മുടെ ബാപ്പയെ നമ്മൾ സ്നേഹിക്കുന്നത് പോലെ ഒരു സ്നേഹം നമുക്ക് എപ്പോഴെങ്കിലും ആ പ്രവാചകനോട് നമുക്ക് തോന്നിയിട്ടുണ്ടോ? അതിനേക്കാൾ സ്നേഹം ഉണ്ടാവേണ്ടത്. പക്ഷെ ആ ഒരു സ്നേഹമെങ്കിലും നമ്മൾ നമ്മുടെ റസൂലുള്ളാഹിയെ ഇന്നുവരെ സ്നേഹിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് കാണാൻ നമ്മുടെ മനസ്സെപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട്. വിദേശത്തൊക്കെ പോണ ആളുകൾക്ക് വാപ്പനിമ്മനും ഭാര്യനൊക്കെ കാണാൻ പെട്ടെന്ന് പൂതിയാവും. അള്ളാന്റെ റസൂലിനെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് കാണാൻ ആഗ്രഹിച്ച ആരെങ്കിലും, ഇസ്ലാമിന്റെ വിമർശകന്മാരും ഇസ്ലാമിന്റെ ശത്രുക്കളും പ്രവാചക ജീവിതത്തെ പരിഹസിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു വേദന അനുഭവപ്പെട്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, പ്രവാചക ജീവിതത്തെയും അവിടുത്തെ ചരിത്രവും പഠിക്കാൻ നമ്മളെപ്പോഴെങ്കിലും നമ്മൾ തയ്യാറായിട്ടുണ്ട്? പ്രവാചക ജീവിതം പഠിക്കാൻ നമുക്കേറെ ആവശ്യമുള്ള ഒരു കാര്യം ചെയ്ത വ്യക്തിയോട് നമുക്ക് എത്ര സ്നേഹം ഉണ്ടാവും? നമുക്ക് വലിയ ഉപകാരങ്ങൾ ചെയ്ത ഒരാളോട് നമുക്ക് തിരിച്ചെങ്ങനെ നമ്മൾ കാണിക്കുക സ്നേഹം? എത്ര കടപ്പാട് നമ്മൾ അയാളോട് കാണിക്കും? എങ്കിൽ നമ്മോട് ഏറെ സ്നേഹമുള്ള, ഏറ്റവും വലിയ സൗഭാഗ്യമായ ഹിദായത്ത് നമുക്ക് ലഭിക്കാൻ കാരണക്കാരനായ റസൂലുള്ളാഹി തങ്ങളെ നമ്മൾക്ക് മനസ്സറിഞ്ഞുകൊണ്ട് സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടോ? അതുകൊണ്ട് ആ സ്നേഹം പ്രിയമുള്ളവരെ നിർബന്ധമാണ്. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, സ്വന്തം പിതാവിനെയും സന്താനത്തെയും മുഴുവൻ ജനങ്ങളെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളുടെ ഒരാളുടെയും ഈമാന് പൂർത്തിയാവുകയില്ല. നമ്മുടെ ഈമാൻ പൂർത്തിയാകണോ? നമ്മുടെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, സഹോദരങ്ങളെക്കാൾ, ഇണയേക്കാൾ ആ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കണം. ഖുർആൻ പറയാ, ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കേ, ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله. നബിയെ പറഞ്ഞു കൊടുക്കുക, ഇൻ കാന ആബാഉകും, നിങ്ങളെ പിതാക്കളെക്കാൾ, വഅബ്നാഉകും, നിങ്ങളെ പുത്രന്മാരെക്കാൾ, വഇഖ്വാനുകും, നിങ്ങളെ സഹോദരങ്ങളെക്കാൾ,
വഅസ്വാജുക്കും നിങ്ങളുടെ ഭാര്യമാരെക്കാൾ, വഅശീറത്തുക്കും നിങ്ങളുടെ കുടുംബത്തെക്കാൾ ബന്ധുക്കളെക്കാൾ, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ നിങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തിനേക്കാൾ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ മാന്ദ്യം നേരിടുമെന്ന് നഷ്ടം നേരിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന കച്ചവടത്തെക്കാൾ, വമസാകിനു തർളൗനഹാ നിങ്ങൾ ഇഷ്ടപ്പെട്ടു താമസിക്കുന്ന നിങ്ങളുടെ വീടുകളെക്കാൾ നിങ്ങൾക്ക് ഇഷ്ടം അള്ളാഹുവിനോടും അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ആവണം. അപ്പോഴേ പ്രിയമുള്ളവരെ നമ്മുടെ ഈമാന് പൂർത്തിയാവുള്ളൂ. അപ്പോഴേ നമ്മുടെ ഈമാൻ പൂർത്തിയാവുള്ളൂ. അതുകൊണ്ടല്ലേ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ബഹുമാനനായ ശിഹാബ് അടക്കർ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പറഞ്ഞ വിഷയമാണ് അല്ലെ, വീണ്ടും ആവർത്തിക്കുന്നില്ല അല്ലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നബിയെ എന്നെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടങ്ങളെയാണ്. പ്രവാചകൻ പറഞ്ഞെന്താ? ഈമാൻ പൂർത്തിയല്ല ഉമറേ, ഈമാന് പൂർത്തിയല്ല അല്ലെ, നിന്നേക്കാൾ എന്നെ ആദ്യം ഇഷ്ടപ്പെടണം അല്ലെ. പ്രവാചകനോടുള്ള ഇഷ്ടാണ്, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ഉള്ള ഇഷ്ടമാണ് ആദ്യം നമ്മളെക്കാൾ നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പോഴാ ഈമാന് പൂർത്തിയാകുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ നെഞ്ചോട് ചേർത്ത സ്വഹാബികള് പ്രവാചകനെ സ്വന്തം ജീവനേക്കാൾ ഏറെ പ്രിയമുള്ളവരെ സ്നേഹിച്ചിട്ടുണ്ട്. സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും റസൂലുള്ളാഹിക്ക് ഒരു പോറലും ഏൽക്കരുത് എന്നാണ് സ്വഹാബക്കൾക്ക് ആഗ്രഹം. അതുകൊണ്ടാണല്ലോ ഹിജ്റയുടെ വേളയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ ആക്രമണം ഭയന്ന് റസൂലുള്ളാഹിന്റെ 4 ഭാഗത്തു കൂടി ഇങ്ങനെ മാറി മാറി നടക്കാനുള്ള കാരണം എന്താ? എന്റെ റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഒരു പോറല് പോലും ഏൽക്കരുതെന്ന് വിചാരിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ശത്രുക്കൾ കൊല്ലുമെന്നറിഞ്ഞിട്ടും പ്രിയമുള്ളവരെ ഹിജ്റ പോകുന്ന സമയം പ്രവാചകന്റെ വിരിപ്പിൽ കിടക്കാൻ ധൈര്യം കാണിച്ചെന്തിനാ? എന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ ശരീരത്തിനൊന്നും സംഭവിക്കരുതെന്നുള്ള സ്നേഹമാണ്. എന്റെ ജീവൻ പോയാലും വേണ്ടില്ല, എന്റെ റസൂലുള്ളാഹിക്കൊന്നും സംഭവിക്കരുത്. അതാ പ്രിയമുള്ളവരെ ഹബ്ബ് എന്ന് പറഞ്ഞാല്. ഉഹുദ് യുദ്ധം, ഖാലിദ് ബിൻ വലീദും സൈന്യവും മലയുടെ ബാക്കിലൂടെ പ്രവാചകൻ ആക്രമിക്കാൻ വരുന്നത് കണ്ട് എന്റെ പ്രവാചകന് ഒന്നും സംഭവിക്കരുതെന്ന് കരുതി അതെന്റെ ജീവൻ പോയിട്ടാണെങ്കിലും ശരിയെന്ന് മനസ്സിലാക്കി മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ നേരെ ചാടി വന്നിട്ട് പറയാ, അല്ലാഹുവിന്റെ റസൂലേ, ളുഹരി ദൂന ളുഹരിക യാ റസൂലല്ലാഹ്, ഖൽബി ദൂന ഖൽബിക യാ റസൂലല്ലാഹ്. നബിയെ, എന്റെ നെഞ്ചിനു പകരം, പ്രവാചകരെ നിങ്ങളുടെ നെഞ്ചിനു പകരം എന്റെ നെഞ്ച്, നിങ്ങളെ കൽബിനു പകരം എന്റെ കൽബ്, നിങ്ങളെ കണ്ണിനു പകരം എന്റെ കണ്ണ്, നിങ്ങളുടെ കാലുകൾക്ക് പകരം എന്റെ കാല് എന്ന് പറഞ്ഞ് പ്രവാചകന്റെ മുന്നിൽ പ്രതിരോധം തീർത്ത മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു ശത്രുക്കളെ പ്രവാചകന് നേരെ എഴുതുന്ന ഓരോ അമ്പുകളും അദ്ദേഹം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങാണ്. ചരിത്രത്തിൽ കാണാം 80ഓളം അമ്പ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വന്ന് തറച്ചു എന്നാണ് ഈ സ്വഹാബിന്റെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വൽഹയോട് ചോദിക്കുന്നുണ്ട്, ത്വൽഹ, ഓരോ അമ്പകൾ ശരീരത്തിലേക്ക് വന്നിങ്ങനെ തറക്കുമ്പോഴും നിനക്ക് മാറാൻ തോന്നിയിട്ടില്ലേ? എന്റെ മുന്നിൽ നിന്ന് മാറിക്കാൻ തോന്നിയില്ലേ? ത്വൽഹ പറയാ, നബിയെ, ഞാനെങ്ങാനും മാറിയാൽ അങ്ങയുടെ പരിശുദ്ധമായ ശരീരത്തിൽ ആ അമ്പ് തറക്കുമെന്ന് ഞാൻ പേടിച്ചുപോയി. എനിക്കത് ഓർക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഓരോ അമ്പകൾ എന്റെ ശരീരത്തിലേക്ക് വന്ന് പതിക്കുമ്പോഴും എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ട്. പക്ഷെ ഞാൻ മാറിയാലേ അങ്ങയുടെ ശരീരത്തിലാണ് ആ അമ്പ് തറക്കാന്ന് വിചാരിച്ചപ്പോ എനിക്ക് മാറാൻ തോന്നിയതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മൻ സറഹു അൻ യൻദുറ ഇലാ ഷഹീദിൻ യംശി അലാ വജ്ഹിൽ അർളി ഫൽയൻദുർ ഇലാ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ. ഭൂമിയിലൂടെ നടക്കുന്ന രക്തസാക്ഷിയെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ത്വൽഹത്തിനെ നോക്കട്ടെ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സർട്ടിഫിക്കറ്റ് കൊടുക്കുക. പ്രിയമുള്ള, കാരണം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളെ നമ്മളെക്കാളേറെ സ്നേഹിച്ചവരാണ് സ്വഹാബാക്കൾ. നമ്മളൊന്നും അതിന്റെ ഒരു അളവ് ഇന്നുവരെ സ്നേഹിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ. എത്ര പ്രസംഗിച്ചാലും എത്ര കേട്ടാലും എത്ര പഠിച്ചാലും എത്ര കിതാബുകൾ വായിച്ചാലും ആ സ്വഹാബത്തൊന്നും സ്നേഹിച്ചതിന്റെ ഒരു അളവ് സ്നേഹം ഇന്നുവരെ നമുക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ആ പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ്
പ്രവാചകനെ സ്നേഹിക്കാൻ പറ്റുക. യഥാർത്ഥ ഹുബ്ബുർ റസൂല് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി ആ റസൂലുള്ളാഹിയെ സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാകണം. പ്രവാചകന്റെ സുന്നത്തുകളെ കൃത്യമായിട്ട് അനുസരിക്കലാണ് പ്രിയമുള്ളവരെ ഹുബ്ബുർ റസൂൽ. അതുകൊണ്ട് മനസ്സറിഞ്ഞ് സ്നേഹിക്കണം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ലൗ കാന ഹുബ്ബുക സ്വാദിഖൻ ലഅതഉതഹു, നിന്റെ സ്നേഹം അത് സത്യമാണെങ്കിൽ നീ ആ പ്രവാചകനെ അനുസരിക്കുന്നതാണ്. ആ പ്രവാചകന് പറഞ്ഞ ഓരോ സുന്നത്തുകളും നിന്റെ ജീവിതത്തിൽ കാണും. അതുകൊണ്ട് അനുസരണയോടെ സ്നേഹിക്കാൻ നമ്മളൊക്കെ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള വിശ്വാസിനികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഊസിക്കും സാനിയും ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ കാണാൻ ഏറെ ആഗ്രഹിച്ചൊരു പ്രവാചകനാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പറഞ്ഞത് നമ്മളാ പ്രവാചകനെ കാണാൻ ഇന്നുവരെ ആഗ്രഹിച്ചിട്ടുണ്ടോന്ന്. പ്രവാചകൻ നമ്മളെ കാണാൻ ആഗ്രഹിച്ചു. ഒരിക്കല് മഖ്ബറയിലേക്ക്, ഖബർസ്ഥാനിലേക്ക് എത്തിയ പ്രവാചകൻ അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഈ ഖബറിലുള്ള വിശ്വാസികളെ, നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഖബറാളികൾക്കെല്ലാം സലാം പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, വദിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ, ഞാൻ എൻ്റെ ഇഖ്വാനുകളെ, എൻ്റെ സഹോദരങ്ങളെ കാണാൻ കൊതിക്കുകയാണ്. സ്വഹാബത്ത് ചോദിക്കാണ്, കാലു അല്ലാഹുവിന്റെ റസൂലേ അബലൈസന ഇഖ്വാനക യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ, അങ്ങയുടെ ഇഖ്വാനുകൾ, അങ്ങയുടെ സഹോദരങ്ങൾ ഞങ്ങളല്ലയോ? പ്രവാചകൻ പറയാ, ഖാല അൻതും അസ്ഹാബി വ ഇഖ്വാനുനാ അല്ലദീന ലം യഅതു ബഅദ്. എൻ്റെ അസ്ഹാബ്, എൻ്റെ ഇഖ്വാനുകൾ നിങ്ങളല്ല, നിങ്ങൾ എൻ്റെ അസ്ഹാബുകളാണ്, നിങ്ങൾ എൻ്റെ അനുചരന്മാരാണ്, എൻ്റെ സ്വഹാബികളാണ് നിങ്ങൾ. എൻ്റെ ഇഖ്വാനുകൾ ആരാണ്? വൈഖ്വാനുനാ അല്ലദീന ലം യഅതു ബഅദ്, എൻ്റെ വഫാത്തിന് ശേഷം, എനിക്ക് ശേഷം വരുന്നവരാണ് എൻ്റെ ഇഖ്വാനുകൾ. അഥവാ ഞാനും നിങ്ങളും അടങ്ങുന്ന പ്രവാചകന്റെ മരണത്തിന് ശേഷം കടന്നു വന്ന ആളുകളെ പ്രവാചകൻ വല്ലാതെ കാണാൻ കൊതിച്ചു എന്നാണ്. നമ്മളെ കാണാൻ ആഗ്രഹിച്ചൊരു നേതാവ്, നമ്മളെ അത്രമേൽ സ്നേഹിച്ചിട്ടുണ്ട് ആ പ്രവാചകൻ. നരകത്തിൽ കടന്നെറിയാതിരിക്കാൻ ഹിദായത്ത് എന്ന മഹത്തായ സൗഭാഗ്യം നമുക്ക് ലഭിച്ചത് പ്രിയപ്പെട്ടവരെ ആ പ്രവാചകനിലൂടെയാണ്. പരലോകത്ത് സ്വന്തം കാര്യത്തെക്കാളേറെ നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെടുന്നത്. നോക്കൂ നിങ്ങൾ, വിചാരണ നാളില് ശഫാഅത്തിനായി ജനങ്ങൾ ഓരോ പ്രവാചകന്മാരുടെ അടുക്കിലേക്കും പോകുന്നുണ്ട്, ഓരോ പ്രവാചകന്മാരുടെ അടുത്തേക്കും പോകും. അവരൊക്കെ ഉണ്ടല്ലോ, ആ പ്രവാചകന്മാരൊക്കെ അവരുടെ സ്വന്തം പ്രയാസങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ കഴിയും. പക്ഷേ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെ, നഫ്സി നഫ്സി എന്നല്ല പറയണത്, എന്റെ ശരീരം എന്നല്ല, എന്റെ നഫ്സ് എന്നല്ല, മറിച്ച് യാ റബ്ബി ഉമ്മത്തി ഉമ്മത്തി, റബ്ബേ എന്റെ സമുദായം, എന്റെ സമുദായത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് വേവലാതിപ്പെടുന്നൊരു നേതാവ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പലതരം പ്രയാസങ്ങൾ നേരിട്ടിട്ടും റബ്ബിൽ നിന്ന് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന നമുക്കായി നീക്കിവെച്ച ഒരു പ്രവാചകൻ. എല്ലാ പ്രവാചകന്മാർക്കും ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ എന്നാണ്. എല്ലാ പ്രവാചകന്മാർക്കും ഉറപ്പായും ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ അവർക്ക് വന്ന പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലൊക്കെ ആ പ്രാർത്ഥന എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു, അവിടെ അത് നേടിയെടുത്തു അതിന്റെ ഉത്തരം. പക്ഷേ നബി ഉണ്ടല്ലോ, ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവതുഹു വ ഇന്നി ഇഖ്തബഅതു ദഅവതി, എന്റെ പ്രാർത്ഥന എന്റെ പ്രാർത്ഥന ഞാൻ നീക്കി വച്ചിരിക്കുകയാണ്. ശഫാഅത്തുൻ ലി ഉമ്മത്തി യൗമൽ ഖിയാമ. പ്രവാചകന് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ എത്ര പ്രയാസം ഉണ്ടായിട്ടുണ്ട്, എത്ര ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നു. അവിടെയൊന്നും സ്വന്തത്തിന് വേണ്ടി അത് പ്രാർത്ഥിക്കാതെ ഈ ഉമ്മത്തിന് വേണ്ടി ആ പ്രാർത്ഥന പ്രവാചകൻ മാറ്റിവെക്കണം. ശഫാഅത്തുൻ ലി ഉമ്മത്തി യൗമൽ ഖിയാമ, എന്റെ പ്രാർത്ഥന എന്റെ സമുദായത്തിന്
അന്ത്യനാളിൽ ശഫാഅത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചു എന്നാണ്. നമുക്ക് വേണ്ടി അത്രയും നമ്മളെ സ്നേഹിച്ച, നമുക്ക് രക്ഷ കിട്ടണമെന്ന് ആഗ്രഹിച്ച ഒരു നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനെ നമുക്കെത്രത്തോളം സ്നേഹിക്കാൻ പറ്റിയെന്നുള്ളതാണ് ഈ ഒരു ഖുതുബയിലൂടെ പ്രിയമുള്ളവർ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ കൃത്യമായി ഇത്തിബാഅ് ചെയ്ത് സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു അങ്ങനെയുള്ള വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും